Hello guys, welcome to my channel. In the channel of the Bahrain Kawasaki showroom, Namla Kudu Elam 2021 model. In the Ella Vandigal Ningalkian Parjipudum or I think I can Parjiputana. Other Kuda than Pudia jackets, helmets, shoes, and Ella Karangalum. Upon in the video start Jam. Guys, this is the Kawasaki Z1000 2021 model. This is a Rakshila look, guys. You can see the front and the look. Front side. Then side guys, same Rakshila look. This is a 1043cc DOS engine. This is made in original made in Japan model vandi this assembling വേറെ ഒന്നുമല്ല made in Japan ആണ് original ഇത് produce ചെയ്യുന്ന BHP എന്ന് പറയുന്നത് 140 BHP produce ചെയ്യും ഇതൊരു 6 speed gear box ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ Kawasaki എന്ന ലോഗോ കൊടുത്തിരിക്കുന്ന പെയിന്റിന്റെ സെയിം കളറിൽ തന്നെയാണ് Kawasaki എന്ന ലോഗോ കൊടുത്തിരിക്കുന്നത് സൈഡിലാണെങ്കിൽ ആ സിൽവർ പോർഷനിൽ ഒരു റെഡ് സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാം അത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻലൈൻ 4 ആണ് അതിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്ന റേഡിയേറ്റർ ഗ്രില്ല് പിന്നെ ഇൻലൈൻ 4ന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതൊരു മാസീവ് ലുക്കിനാണ് എഞ്ചിനും അതിലെ ടയർ എല്ലാം കൂടുമ്പോൾ ഒരു മാസീവ് ബൈക്കിന്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത് പിന്നെ ഇതിന്റെ വീലിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു 17 ഇഞ്ച് ലൈറ്റ് വെയിറ്റ് അലോയ് വീലാണ് ഇതിൽ ഹൈ പെർഫോമൻസ് അലോയ് വീലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 250 mm പെറ്റൽ യൂണിറ്റ് ആണ് പിറകിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോത്ത് സസ്പെൻഷൻ സിസ്റ്റം ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൂടിയാണ് ഇതിൽ വരുന്നത് ഇത് റിയൽ വരുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ബാക്ക് ലിങ്ക് മോണോഷോക്ക് സെറ്റ് ആണ് അതിന്റെ ഫ്രണ്ടിൽ 41 mm ആണ് വരുന്നത് പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് ഫുൾ LED ആണ് സെറ്റപ്പ് മാസീവ് ആയ ടയർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ രണ്ട് സൈലൻസർ വരുന്നുണ്ട് അതാണ് വണ്ടിയുടെ ഏറ്റവും വലിയൊരു ലുക്ക് എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അതന്നെയാണ് ഈ ബൈക്കിന് 310 mm ഡുവൽ പെറ്റൽ ഡിസ്ക് ആണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് 41 mm ഇൻവേർട്ട് ഫോർക്ക് സസ്പെൻഷൻ ആണ് അതൊരു ഷോവ ബ്രാൻഡിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ Kawasaki Ninjയുടെ സൈഡ് വ്യൂ മിററിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് സൂപ്പറായി ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് പിന്നെ ഇതിന്റെ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമുക്ക് ഓൺ ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഇതിൽ ബാറ്ററിയും പെട്രോളും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഓൺ ആക്കി കാണിക്കാൻ പറ്റാത്തത് സ്വിച്ച് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിന്റെ കീ ഹോൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അത് നമ്മുടെ ടാങ്കിന്റെ ഒരു കോർണറിലായിട്ടാണ് വന്നിരിക്കുന്നത് നോർമലി നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ മേലെയായിട്ട് ഉണ്ടാവുക ഇതിന്റെ അങ്ങനെയല്ല പിന്നെ ടാങ്ക് വലിയ മാസീവായൊരു ടാങ്കാണ് ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം രണ്ടാൾക്ക് സുഖമായിട്ടിരിക്കാം ബാക്കിലൊക്കെ അത്ര വലിയ കംഫർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും രണ്ടുപേർക്ക് ഇരിക്കാം ഇനി നമുക്ക് ഹെൽമെറ്റ്സിനെ പരിചയപ്പെടാം ഇത് അറായി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഒരു നല്ലൊരു എക്സ്പെൻസീവ് ഹെൽമെറ്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ബൈക്ക് ഇതാണ് KX450 എന്ന് പറയുന്ന ഡേർട്ട് ബൈക്കാണ് ഇത് നമ്മുടെ നാട്ടിൽ എവിടെയില്ല ഇങ്ങനത്തെ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇതൊരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് ഗൈസ് ഇത് നമ്മുടെ റോഡിലൊക്കെ ഇറങ്ങി ഇതൊരു ഇല്ലീഗൽ ബൈക്കാണ് ഇതൊരു ലീഗൽ ബൈക്കല്ല എന്നാലും ഇവിടെ ഡേർട്ടിലൊക്കെ ഡെസേർട്ടിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ബൈക്കാണിത് ഇതൊരു 449cc ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് ബൈക്കാണ് കാണാൻ അതിൻ്റെ ടയറിൻ്റെ ഗ്രിപ്പൊക്കെ കണ്ടോ ഗൈസ് ഒരു രക്ഷയില്ല ഇതൊരു 53 HP ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇത് ഇലക്ട്രിക് സ്റ്റാർട്ടാണ് വരുന്നത് ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് കൂടി ആണ് വരുന്നത് പിന്നെ ഡേർട്ട് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് മൊത്തം ഒരു ഫൈബർ ബോഡിയാണ് ആകെ എഞ്ചിൻ ചേസും അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ മെറ്റലായിട്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഫൈബറാണ് വരുന്നത് ഈ ബൈക്ക് ഒടുക്കത്തെ
വ്യത്യസ്ത ലുക്കാണ്, ഒന്നും പറയാനില്ല. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് നമ്മുടെ റൈഡിങ് ജാക്കറ്റ്സ് കാര്യങ്ങൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന റൈഡിങ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ. എല്ലാം ബ്രാൻഡഡ് ജാക്കറ്റ്സ് ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സൂപ്പർ സ്പോർട്ട് നിഞ്ച ZX6R എന്ന് പറയുന്ന ബൈക്ക്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ്. ഇതൊരു 636cc 4 സ്ട്രോക്ക് ഇൻലൈൻ വണ്ടിയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന BHP എന്ന് പറയുന്നത് 127.3 ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 195 കിലോ ആണ്. ഇത് വിത്തൗട്ട് പെട്രോളാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 830 mm ആണ് വരുന്നത്. ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ കൂടിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇതൊരു 41 mm ഇൻവേർട്ടഡ് ഫോർക്ക് സസ്പെൻഷനാണ്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് 310 mm പെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ ഹാൻഡിൽ ബാർ, ടാങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ടാങ്ക് നിങ്ങൾക്ക് കാണാം, സ്കൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു മൊത്തമായിട്ടൊരു ഡിസൈൻ അല്ല, അതിൻ്റെ ഇടയിൽ ഒരു സ്കൂപ്പ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ഭാഗം നിങ്ങൾക്ക് കാണാം. അത് എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ അതാണ് ഇപ്പോഴുള്ള പുതിയ വണ്ടിയുടെ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ടെയിൽ ലൈറ്റ് LED ആണ്, പക്ഷേ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് LED അല്ല. പിന്നെ ഇതിൻ്റെ ടയർ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ടയർ എന്ന് പറയുന്നത് 180 section/17 ഇഞ്ചാണ് ടയർ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ 120/17 ഇഞ്ചാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന വണ്ടിയുടെ 130 mm ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 830 mm ആണ് വരുന്നത്. ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 17 liters ആണ് വരുന്നത്. പിന്നെ അടിയിൽ നിങ്ങൾക്ക് കാണാം കാവാസാക്കിയുടെ ഒരു ലോഗോ, അത് നല്ലൊരു ഡിസൈൻ എലിമെൻ്റായി എനിക്ക് തോന്നി. പിന്നെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഹാൻഡിൽ ബാർ എന്നൊരു സ്പ്ലിറ്റ് ഹാൻഡിൽ ബാറാണ്. ഷോവൻ്റെ സസ്പെൻഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾ ഈ കാണുന്നതാണ് AGVയുടെ ഹെൽമെറ്റ്സ്. ഇവിടെ ഇപ്പോൾ നമ്മൾ 50% ഓഫ് നടക്കുന്നുണ്ട് നമ്മുടെ AGV ഹെൽമെറ്റ്സിനൊക്കെ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.